ക്യാരറ്റ്, പട്ടാണി, ബീൻസ് കുറച്ച് വെള്ളം ഒഴിച്ച് ലേശം ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കുക. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തെടുത്ത നെയ്യിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉള്ളി, ഞാൻ ക്യാപ്സിക്കാണ് ഇടുന്നത്. പച്ചമുളക് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ഇടുക. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഇടുക. കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോൾ ഉള്ളി അതിലേക്ക് തക്കാളി ഇടുക. തക്കാളി ലേശം ചൂടായതിനു ശേഷം അതിലേക്ക് ഈ വേവിച്ച് വെച്ച ബീൻസ്, ക്യാരറ്റ്, പട്ടാണി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കളിക്കുക. ഈ ഒരു പാക്കറ്റ് സേമിയയ്ക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതിൻ്റെ കൂടെ ലേശം റവയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പിടുക ആവശ്യത്തിന്. കളറിന് വേണ്ടി ലേശം മഞ്ഞൾപ്പൊടി, കേസരിപ്പൊടി വേണമെന്നുള്ളവർക്ക് കേസരിപ്പൊടി ഇടുക, പൗഡർ ഇടുക. ലേശം ഉപ്പ് ആവശ്യത്തിന്. ആദ്യം ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇടുന്നത് കുറച്ച് സേമിയയ്ക്കും റവയ്ക്കും വേണ്ടിയിട്ടാണ്. ചിക്കൻ മസാലയാണ്. ലേശം ഒരിത്തിരി ലേശം ഇട്ടാൽ മതി. കുറച്ച് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് സേമിയ ഇടുക. കുറച്ച് റവയും കൂടി ഇടുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇടുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ചൂടുള്ള സേമിയ കിച്ചടി റെഡി.